ഡോക്ടർ ജി ഗോപകുമാർ, നമുക്കിങ്ങനെ വികസനവും രാഷ്ട്രീയവും രണ്ടായി പറഞ്ഞു പോകാം, ഒരുമിച്ച് പറയാം. ഈ രാഷ്ട്രീയത്തിലേക്ക് കൂടി നമ്മൾ വരണമല്ലോ. ഈ 11 വർഷത്തിനിടെ ഒരു വശത്ത് വികസന രാഷ്ട്രീയം, മറുവശത്ത് രാഷ്ട്രീയം തന്നെ എടുത്താൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പൊളിച്ചത്, ഹരിയാനയിൽ വിജയത്തുടർച്ച, മഹാരാഷ്ട്ര വിജയം തിരിച്ചുപിടിച്ചത്. നോക്കൂ, ഒരു വിഭാഗം ശിവസേനയെ, ഒരു വിഭാഗം NCPയെ ഒക്കെ അടർത്തി മാറ്റിയത്. അപ്പോൾ രാഷ്ട്രീയമായ തന്ത്രജ്ഞതയിലും മോദിയും അമിത്ഷായും ഒക്കെ ഒരു പടി മുന്നിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുന്നുണ്ടോ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട്? നമ്മുടേത് ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു അർദ്ധ ഫെഡറൽ രാഷ്ട്രമാണ്. ഈ ഘടകങ്ങളെല്ലാം ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വരുന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ രാജ്യത്തുള്ള ദേശീയ പാർട്ടികളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ BJPയും കോൺഗ്രസും കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 പ്രധാനപ്പെട്ട ദേശീയ കക്ഷികളെന്ന് പറയുന്നത് CPM ഉണ്ട്, നാഗാലാൻഡ് പീപ്പിൾസ് പാർട്ടിയുണ്ട്, ആം ആദ്മി പാർട്ടിയുണ്ട്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുണ്ട്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ തന്നെ ഈ 4 പാർട്ടികളുടെ വോട്ടിംഗ് ശതമാനം 2 മുതൽ 5% നിൽക്കുന്നത്. അപ്പോൾ ആകെ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസും BJPയും ആണ് രാജ്യത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർട്ടികൾ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇൻസിഗ്നിഫിക്കൻ്റായിട്ട് മാറി എന്നുള്ളതാണ്. മറ്റ് പല പാർട്ടികൾ ദേശീയ പാർട്ടികളാവുകയും അല്ലാതാവുകയും ചെയ്യും. ഇതെല്ലാം നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ, ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ഫെഡറൽ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ബലാബലം നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നിപ്പോൾ BJPക്ക് 18 സംസ്ഥാനങ്ങളിൽ നേരിട്ട് ഭരണമുണ്ട്, 28 സംസ്ഥാനങ്ങളിൽ. പിന്നെ പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന അപൂർവം ചില പശ്ചിമ ബംഗാളും തമിഴ്നാടുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ ദേശീയ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ അത് വ്യക്തമായിട്ട് തന്നെ ഒരു നാഷണൽ പ്രയോറിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത് രാജ്യത്തിൻ്റെ ദിശയും വിഷനും എല്ലാം പരിഗണിച്ച് രാജ്യത്തിൻ്റെ സ്ഥിരതയും വളർച്ചയും വിദേശ നയവും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടവും എല്ലാം പരിഗണിച്ച് ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ 18 എണ്ണത്തിലുണ്ട്, 10 എണ്ണത്തിലില്ല. ഈ 10 എണ്ണത്തിനകത്ത് കോൺഗ്രസ്സിന് കഷ്ടിച്ച് 3-4 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ അറിയാം. അപ്പോൾ അതാത് പ്രാദേശിക തലത്തിലുള്ള വരുമ്പോൾ അതിൻ്റേതായ ഒരു ഡയമെൻഷനുണ്ട്. പക്ഷേ രണ്ടുമായിക്കൊള്ളട്ടെ, ഈ 2 ദിശയിൽ കൂടിയുള്ള ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും നിൽക്കുമ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു സഹകരണാത്മകമായ ഒരു കാഴ്ചപ്പാട് വേണമെന്നുള്ളതാണ്. ആ സഹകരണാത്മകമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു കോപ്പറേറ്റീവ് ഫെഡറൽ ഡെവലപ്മെൻറ്റാണ് കൊണ്ടുവരേണ്ടത്. തികച്ചും മാറി നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യം പറ്റില്ല. കേരളത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റുമായി പല കാര്യങ്ങളിലും ഒരുമിച്ച് പോകുന്നൊരു സാഹചര്യം കാണാം. തമിഴ്നാട്ടിലും ഇപ്പോൾ അത് കാണുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനിയുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എടുക്കേണ്ടത്. അതേസമയം ഭരിക്കുന്ന പാർട്ടിക്ക് അതൊരു മുന്നണിയായി മാറി ആ മുന്നണിയുടെ ഭൂരിപക്ഷത്തിൽ വന്ന ഒരു പശ്ചാത്തലം, അതിൻ്റെ ഫലമായി തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട 2 കക്ഷികൾക്ക് സ്വാധീനമുള്ളതിൻ്റെ അവരുടേതായ സ്വാധീനം പണ്ടും ഉണ്ടായിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ DMK എന്തോരം കാര്യങ്ങളാണ് വെൽഫെയർ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയെന്നറിയാമോ? അതെല്ലാം കൊണ്ടുപോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെഡറൽ രാഷ്ട്രീയത്തിന് അതിൻ്റേതായ ഒരു ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇനിയിപ്പോൾ സെൻസസ് വരുന്നുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഡീലിമിറ്റേഷൻ ഇഷ്യൂ ഉണ്ട്, പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്, കാസ്റ്റ് സെൻസസ് വരുന്നുണ്ട്. ഇവയെല്ലാം രാജ്യത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി വികസനം മാത്രമാക്കാൻ പറ്റില്ല. വികസനത്തിൻ്റെ കാര്യത്തെ രാഷ്ട്രീയത്തിൽ മുക്കിക്കൊല്ലാനും പാടില്ല. ഇത് രണ്ടും തമ്മിൽ ഒരു ഹാർമണി വേണം. അതൊരു കോമ്പറ്റീറ്റീവ് ആയാലും കുഴപ്പമില്ല, ഒരു മത്സരാധിഷ്ഠിതമായാലും കുഴപ്പമില്ല. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ, വെൽഫെയർ ബെനിഫിറ്റ്സ് ഉൾപ്പെടെ അത് കൊണ്ടുവരുന്ന രാഷ്ട്രീയം. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമാണ് BJPയുടെ ഭരണം ഒരു വലിയ രീതിയിൽ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, വ്യക്തമായ ദിശ കൊണ്ടുവരുന്നു. അതോടൊപ്പം എതിർപ്പുള്ള ഭരണം അതിൻ്റേതായ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നു. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് ഒരു പരിധിവരെ കണ്ടതാണ്. പിന്നീട് അത് കഴിഞ്ഞ പാർലമെൻറ്റിൽ ഇന്ത്യ സഖ്യത്തിന് അതുപോലത്തെ ഒരു യൂണിറ്റി കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതൊക്കെ നമുക്ക് കാണേണ്ടതാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പരിഗണിച്ച് വേണം വികസനത്തിൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ.